അപ്പോ ശബരിമല അയ്യപ്പന് വേണ്ടി സമരത്തിനിറങ്ങുന്ന അമ്മമാരും പെങ്ങന്മാരും സൂക്ഷിക്കുക. പക്ഷെ സൂക്ഷിക്കേണ്ടത് പോലീസിന്റെ ലാത്തിയെയോ ജലപീരങ്കിയെയോ ടിയർ ഗ്യാസിനെയോ അല്ല, പകരം CPM എന്ന് പറയുന്ന കൊള്ള സംഘത്തിലെ രക്ഷാപ്രവർത്തകരെയാണ്. കാരണം 12 വയസ്സുള്ള പെൺകുട്ടിയെ വരെ അവര് ഇന്ന് വെറുതെ വിട്ടില്ല. നമസ്കാരം. അപ്പോ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കത്തി നിൽക്കുന്ന വിഷയം എന്ന് പറയുന്നത് ശബരിമല കൊള്ള തന്നെയാണ്. ആ കൊള്ള നടക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ നാടകങ്ങൾ ശ്രദ്ധിക്കണം. ഒപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പിണറായി വിജയന് വേണ്ടി ഇറങ്ങിയ ആ ഒരു രക്ഷാപ്രവർത്തകർ എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ പോലീസല്ല സമരക്കാരെ കൈകാര്യം ചെയ്യുന്നത്, രക്ഷാപ്രവർത്തകരാണ് എന്നുള്ളതാണ്. അവിടെ ഈ സുരേന്ദ്രൻ ആണ് യുവതീ പ്രവേശന വിഷയത്തില് താരമായി മാറിയത് കേരളത്തിൽ. അതായത് അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ്. ഭക്തി എന്നുള്ളതിന്റെ പേരിൽ മാത്രം അദ്ദേഹം ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമലയ്ക്ക് പോയി. ആ സമയത്ത് പോലീസ് അദ്ദേഹത്തെ ആക്രമിച്ചു. അതാണ് സംഭവം. പക്ഷേ ഇപ്പോ കോൺഗ്രസിലെ ചില നേതാക്കന്മാര് ഈ കെ സുരേന്ദ്രനെ പഠിക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മളുടെ സന്ദീപ് വാര്യര് തന്നെയാണ്. അതായത് കോൺഗ്രസിലേക്ക് ഇപ്പൊ ചേക്കേറിയ, കസേര കിട്ടാത്തതിന്റെ പേരിൽ ചേക്കേറിയ സന്ദീപ് വാര്യർ. അദ്ദേഹം പല സന്ദർഭങ്ങളിലും എന്നെ തല്ലു എന്നും പറഞ്ഞ് പോലീസിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏഷ്യാനെറ്റ് ചാനലില് ഈ റിപ്പോർട്ടർ വളരെ തീവ്രമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് സന്ദീപ് വാര്യരെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്നു. പക്ഷെ വിഷ്വൽസ് നോക്കിയപ്പോ സന്ദീപ് വാര്യര് പോലീസിനെ അങ്ങോട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അവസാനം സന്ദീപ് വാര്യര് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് പിന്നോട്ട് നടന്നു പോകുന്ന ഒരു അവസ്ഥ. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു അറസ്റ്റും കൂടി കിട്ടിയാൽ വളരെ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ്സുകാരെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കും ഈ ശബരിമല എന്ന് പറയുന്നതും അയ്യപ്പൻ എന്ന് പറയുന്നതും വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇന്ന് ഏറ്റുമാനൂര് നമ്മളുടെ മന്ത്രി വാസവന്റെ ഓഫീസിലേക്ക് BJP മാർച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഷോൺ ജോർജും അതുപോലെ തന്നെ അനൂപ് ആന്റണിയൊക്കെ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ആ ഒരു റിപ്പോർട്ടാണ് എന്നെ സത്യത്തിൽ ഞെട്ടിച്ചത്. അതായത് അവിടെ ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് BJPയുടെ മാർച്ച് ഓഫീസിലേക്ക് നടന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോവാൻ നിന്ന പ്രവർത്തകരെ പോലീസിന്റെ മുന്നിൽ വെച്ച് CPM പ്രവർത്തകർ ആക്രമിക്കുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്, സത്യത്തില് അവിടെ ഷോൺ ജോർജ് വിളിച്ചു പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വരെ CPMകാർ വെറുതെ വിട്ടില്ല എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയും കുറച്ചു നേരത്തേക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോ ആ കുട്ടിയുടെ ഫോട്ടോ കാണിക്കുന്നില്ല, കാരണം പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്, 12 വയസ്സുള്ള കുട്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ആ ഒരു അവസ്ഥയിൽ ആ കുട്ടി പറഞ്ഞു, ഞാൻ അമ്മയുടെ കൂടെ ബസ് കയറാൻ കാത്തു നിൽക്കുന്ന സമയത്ത് 2 ബസ്സുകൾക്കിടയിലേക്ക് എന്നെ തള്ളിയിട്ടു, ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ കുട്ടി പറയുന്നത്. അമ്മ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നുണയാണെന്ന് പറയാം. പക്ഷെ ഈ കുട്ടി സ്വയം ആ സമയത്ത് ഓൺ ദ സ്പോട്ട് പറയുന്ന മൊഴിയാണ് എന്നുള്ള ഓർക്കണം. ഇതോടുകൂടി ആ BJP പ്രവർത്തകർ എന്ന് പറയുന്നത് കൂടുതൽ തീവ്രമായിട്ട് ആ സമരത്തിലേക്ക് വീണ്ടും മുന്നിട്ടിറങ്ങുന്ന ഒരു അവസ്ഥ കണ്ടു. അതുപോലെ തന്നെ പ്രധാന പാത എന്ന് പറയുന്നത് ഉപരോധിക്കുന്ന ഒരു അവസ്ഥ കണ്ടു. അതുപോലെ തന്നെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ മർദ്ദിച്ച CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാതെ അവർ പിൻവാങ്ങില്ല എന്നുള്ളതായിരുന്നു. ആ സമയത്തും കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് വെറും നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളം ഇന്ന് കണ്ടത്. അതായത് അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ല. CPMകാരെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ. ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് CPMന്റെ ഗുണ്ടകൾ തന്നെയാണോ കേരളത്തിലെ പോലീസ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അതായത് അവസാനം ഈ BJP പ്രവർത്തകരുടെ ആ സമ്മർദ്ദത്തിന് വഴങ്ങി അറസ്റ്റ് ചെയ്യാം എന്ന് വാക്കു കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അവർക്ക് വേണമെങ്കിൽ ഓൺ ദ സ്പോട്ട് അവിടെ ആ അക്രമം നടത്തിയ ഗുണ്ടകൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടാവില്ല, ആ പരിസരത്ത് തന്നെ ഉണ്ടാവും. വേണമെങ്കിൽ കേരള പോലീസിന് ആ വ്യക്തികളെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ അത് ചെയ്തില്ല, വാക്കിൽ മാത്രം ഒതുക്കി സമരം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? പിണറായി വിജയന് വേണ്ടി ഇറങ്ങിയ ആ ഒരു രക്ഷാപ്രവർത്തകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഗുണ്ടാ പ്രവർത്തനം, ആ ഗുണ്ടകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ കേരളത്തിലെ പോലീസ്? ഇവിടുത്തെ അമ്മ പെങ്ങന്മാർക്കും സംരക്ഷണം ഇല്ലേ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഇവിടെ
ഈ പിണറായിയുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വിലപ്പോവില്ല. അയ്യപ്പന് വേണ്ടി എന്ത് വില കൊടുത്തും മുന്നിട്ടിറങ്ങുന്ന ആളുകളാണ് കേരളത്തിലെ ഹൈന്ദവ ഭക്തർ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ അത് തെളിയിച്ചിട്ടുള്ളതാണ്.